പ്രിയ സ്റ്റാഫ് സെക്രട്ടറി, മറ്റ് സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. പ്രിൻസിപ്പൽ സാറ് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എല്ലാ ജീവനക്കാരും സ്ഥാപനത്തിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നവംബർ 30-ന് ഏറനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സ് നമ്മൾ പരമാവധി ഉപയോഗപ്രദമാക്കണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ITIന്റെ ബാലാരിഷ്ടതകളെ സംബന്ധിച്ച് ഒരു നിവേദനം PTA മുഖേന കൊടുക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. കൂടാതെ അരീക്കോട് ITI സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിലെ ഒരു നോഡൽ ITI ആണ്. പക്ഷെ കയറി വരുമ്പോൾ അതിന്റെ യാതൊരു ലക്ഷണവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ 90-കളിൽ വന്ന അതേ അവസ്ഥയാണ് ഇപ്പോഴും ഈ സ്ഥാപനത്തിന്. മറ്റ് നോഡൽ ITIകൾ എല്ലാം തന്നെ വികസനത്തിന്റെ കുതിപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയുടെ ഈ സ്ഥാപനം ഇപ്പോഴും ബാലാരിഷ്ടതയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ദുഃഖസത്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഓഫീസിന്റെ അവസ്ഥ പരമദയനീയമാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇന്നലെ നമ്മളെ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് മദ്രസ കമ്മിറ്റിക്കാർ ആ ഫയലിന്റെ പേപ്പറുകൾ ആവശ്യപ്പെട്ടു. നമ്മൾ ഡയറക്ടറേറ്റുമായി കത്തിടപാട് നടത്തി, TWD ആയിട്ട് കത്തിടപാട് നടത്തി, അതിന്റെ ഒരു കോപ്പി തരുമോ എന്ന് ചോദിച്ച് അവസരത്തിൽ നമുക്കത് അവർക്ക് കൊടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടായി. കാരണം എന്താ വെച്ചാൽ ആകെ ഒരു പ്രിന്റർ ഓഫീസിലുള്ളത്. ഒരു നോഡൽ ITIന്റെ അവസ്ഥയായി പറയുന്നത്. ITCകളിൽ പോലും ഓഫീസുകളിൽ 4-5 പ്രിന്ററുകളുണ്ട്. നമ്മുടെ തിരൂർക്കാട് ITC, മലമ്പുഴ MESന്റെ ITC, ഇത്തരം സ്ഥാപനങ്ങളിൽ പോലും നമ്മളെക്കാൾ സുഖകരമായ ഓഫീസ് പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധ്യമാകുന്ന ഈ അവസരത്തിൽ നമ്മൾ ആ പൊതുജനത്തോട് പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ പ്രിന്റർ വർക്ക് ചെയ്യാത്ത ഒരു പ്രശ്നം. അപ്പോ ഇതൊക്കെ ഒരു വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നെറ്റിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. ഓഫീസിലെ ഫയൽ നടപടികളൊക്കെ വളരെ 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 സ്ലോയിലാണ്. ഇദ്ദേഹം വന്ന് പറഞ്ഞു, എന്താ സാർ പേരുന്ന ആ NOC അയച്ചില്ലെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഡയറക്ടറേറ്റ് അത്രയും അത്യാവശ്യമായിട്ട് ചോദിച്ച ഒരു വിഷയം അദ്ദേഹം അപ്പൊ തന്നെ സബ്മിഷൻ വെച്ചു. അത് അയച്ചില്ലെന്ന് ചോദിക്കുക. അപ്പൊ നമ്മളെ സജിസാറ് പറഞ്ഞു അത് അയക്കാൻ കുറച്ച് വന്നു. ഇതൊക്കെ നെറ്റിന്റെ പ്രശ്നമാണ്. അപ്പൊ അതിനൊരു പരിഹാരം നമുക്ക് എങ്ങനെ കാണാമെന്നുള്ളതൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസ് ക്ലീനിങ്ങിന്റെ ഭാഗമായി എല്ലാ പഴയ വസ്തുക്കളും എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് 0.3 എന്ന് പറഞ്ഞ് ഡയറക്ടറേറ്റിൽ നിന്ന് ഒരു കത്ത് വന്നു. അത് കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിംഗിൽ ഞാൻ ഉന്നയിക്കുകയുണ്ടായി. ആ പ്രിന്ററിന്റെ ഉടമസ്ഥനെ തന്നെ ഇപ്പൊ കാണാനില്ല. ഏതാ റേഡിയ അവസ്ഥ തന്നെ ഇപ്പോഴും അത് ഒരു അപശകരമായ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ പുരാതന യുഗത്തിലുള്ള ഒരു പ്രിന്ററാണ് ഇരിക്കുന്നത്, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ. അത് ഏതാ ട്രേഡ് എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ ആദരണീയനായ പ്രകാശം മാഷ് പറഞ്ഞു ഇത് നമ്മളുടെ ഇടമെന്ന് എനിക്ക് സംശയമാണെന്ന് പറഞ്ഞ് പിന്നെ പുള്ളിയായിട്ട് പോയി. ഇപ്പോഴും അത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ ഇതൊന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഈ കറുത്ത പക്ഷി കുടിവെള്ളങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഏത് ITIയിലും ആ ഒരു അവസ്ഥ ഉണ്ടാവുക. എല്ലാ സ്ഥാപനങ്ങളും ഓഫീസ് വളരെ നീറ്റായിരിക്കും. പഴയ സ്ഥാപനങ്ങളൊക്കെ അപ്പോളിച്ച് ഇതൊക്കെ കണ്ടെത്തിയ എന്ന് പറയാം. എല്ലാ പ്രിൻസിപ്പൽ കോൺഫറൻസിലും കണ്ടംനേഷനാണ് പ്രധാന അജണ്ട.
ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടംപ്ലേഷനാണ്. അത് സ്പീഡപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ആ വിഷയം അവിടെ ഇരിക്കുക. ഡയറക്ടറേറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിൽ നിന്നോ ഇപ്പോൾ നവകേരളമൊക്കെ ആയിട്ട് വല്ല റവന്യൂ ജീവനക്കാരൊക്കെ വന്ന് ഓഫീസുകളിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഓഫീസിന്റെ അവസ്ഥ വളരെ ദയനീയ. പൊടിമണ്ഡലം മറ്റ് പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറെ വയറുകൾ കെട്ടി വെച്ച് അവിടെ വെച്ചിട്ടുണ്ട്, മുടിക്കെട്ട് പോലെ. അപ്പൊ ഇതിലൊന്നും ഒരാളില്ല. അത് കണ്ടെത്തി ഒഴിവാക്കുക. എന്താ അത് എങ്ങനെയാണ് അത് അവിടെ വന്നത് എന്നുള്ളത് പോലും ഞാൻ ഇപ്പൊ അനിത SK രജിസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാൻ ആർക്കായി വിഷയം പോയിരിക്കുന്നതെന്ന് നോക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള സ്ലോ ഫംഗ്ഷൻ മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെ പോഷകാഹാര അഭാവം മൂലം നിൽക്കുന്ന കുറച്ച് പനകളുണ്ട് മുന്നിൽ. വാസുദേവ ഭാഷ വിളിച്ച പനയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ 2 വർഷം മുന്നേ. അത് ഇപ്പോഴും ആ അവസ്ഥ. അതിന് കുറച്ച് മണ്ണോ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ ഇവിടെ NSS യൂണിറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് പരിപോഷിപ്പിച്ച് വരാം. നമ്മളുടെ സ്വഭാവം പോലെ ആ പനയിൽ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് പറയുകയാണ്. പിന്നെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ തന്നെ പുല്ല് കൂടി, ഇതൊക്കെ കുട്ടികൾക്ക് വല്ല അപകടം വല്ല ഇഴജന്തുക്കളൊക്കെ വന്ന് കൂടി കഴിഞ്ഞാൽ അവര് വല്ല കടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന് ഉത്തരവാദിത്വം നമ്മളെ ഏൽക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ എന്തെങ്കിലുമൊക്കെ നടപടി എടുത്ത്, ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ PWDനെ വിളിച്ച് ഇത് കണ്ടംഷൻ കെട്ടിടം തന്നെ കണ്ടം ചെയ്ത് അടുത്ത അബോളിഷ് ചെയ്ത് പുതിയ പ്രപ്പോസൽ വാങ്ങി ഡയറക്ടറേറ്റിലേക്ക് അയക്കാനുള്ള നടപടി എടുക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്. അതേപോലെ തന്നെ ക്വാർട്ടേഴ്സിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ക്വാർട്ടേഴ്സിന്റെ അവസ്ഥ പരമദയനീയ. സേഫ്റ്റി വാതിലുകളൊന്നും വളരെ വളരെ കഷ്ടമാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ 2 വർഷം മുന്നേറ്റ PWDക്കാരത് മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ വാതിലുകളില്ല, അതിലും ഇഴജന്തുക്കളൊക്കെ വന്നു. ഇപ്പൊ മരം വെട്ടിപ്പോയത് നല്ലൊരു കാര്യമായി. പക്ഷെ ഈ ഇഴജന്തുക്കളൊക്കെ വന്ന് കയറി പ്രശ്നമായി കഴിഞ്ഞാൽ അതൊക്കെ വലിയ ഇഷ്യൂ ആയി മാറും. ഇത്തരം കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യണം. പിന്നെ ഇവിടെ റിപ്പോർട്ട് അവതരണം ഇപ്പോഴും ഞാൻ കണ്ടില്ല. കഴിഞ്ഞ സാറ് പറഞ്ഞു എന്താ ബുക്ക് കാണാൻ ചെയ്യാനോ. റിപ്പോർട്ടാണ് ഇതിന്റെ പ്രധാനം. കഴിഞ്ഞ മീറ്റിംഗിൽ എന്ത് തീരുമാനം എടുത്തു അതിനെ പറ്റിയുള്ള ഒരു ചർച്ച എല്ലാം നടത്തുന്നുണ്ട്.